അച്ഛ വീട്ടിന് ഓണർ വന്ന് നിൽക്കുന്നു. വാടക പൈസ വാങ്ങാനാണെന്നുണ്ട്. വാടക പൈസ? അണ്ണാ ഇതൊന്ന് പണിയണം. എന്തോ കംപ്ലൈന്റ്? അണ്ണാ ഇതിലെ ചെയിൻ പോക്കറ്റ് എന്തോ കംപ്ലൈന്റ് ഉണ്ടോ ഒന്ന് നോക്കണേ. അതിപ്പോ നോക്കിയിട്ട് റെഡിയാക്കി തരാം. സമയം പോന്നല്ലേ. അണ്ണാ എത്രയായി? എടാ 1700 രൂപയായി. നീ ഒരു 1500 തന്നാൽ മതി. 1500? അണ്ണാ ഞാൻ ബൈക്കല്ലേ ശരിയാക്കാൻ തന്നത്, കാറൊന്നും അല്ലല്ലേ. എടാ മോനെ, നീയാണ്ട് മാത്രം 150 രൂപ മേടിച്ച മണിക്കൂലി, അല്ല വേറെ ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല. എന്തൊരു സംസാരമാണ് ഈ സംസാരിക്കുന്നത്, ഭയങ്കര മോശമല്ലേ. അണ്ണൻ്റെ ഈ മോൻ വീട് നടന്നപ്പോഴേ ഞാനും ഈ നാട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും പൈസ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. എടാ ഇങ്ങനൊന്നും പറയല്ലേടാ. പിന്നെ ഞാൻ എങ്ങനെ പറയണോ, ഇത്രയും പൈസയും മേടിച്ച്. കുഴപ്പമില്ല, ഞാൻ തരാം. നമ്മളെ വണ്ടി ശരിയായ? വണ്ടി റെഡിയാണ്, ഇപ്പം തരാം. എന്താടാ ചെറുക്കൻ പൈസയുടെ കാര്യം എന്തൊക്കെ പറഞ്ഞിട്ട് പോയല്ലോ? ചേട്ടാ, എൻ്റെ മോൻ ജീവിച്ചിരിക്കുന്ന ഈ നാട്ടുകാർ കാരണം. അവനൊരു ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഈ നാട്ടുകാരെല്ലാവരും കൂടെ പൈസ പിരിച്ചാൽ അവൻ രക്ഷപ്പെടുത്തിയത്. ആ പിരിച്ച പൈസ മേടിച്ച് രക്ഷപ്പെടുത്തുണ്ട് ഈ കേൾക്കേണ്ടി വന്നത് ഞാൻ. ആണല്ലേ, എൻ്റെ കുറച്ച് പൈസ ഉണ്ട്, നിൻ്റെ മോൻ എന്തെങ്കിലും ആവശ്യം? വേണ്ട ചേട്ടാ, ഈ പൈസ കൂടെ മേടിച്ചാൽ ഞാൻ പിന്നെ ചേട്ടൻ്റെ വായിരിക്കുന്നത് കൂടെ കേൾക്കണം. വേണ്ട.